ശിവം ശിവതരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അന്യഥാ ശരണം നാസ്തിത്വമേവ ശരണം തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. കുറുവട്ടൂർ ശിവഭഗവതി ക്ഷേത്രം. രണ്ട് ശിവപ്രതിഷ്ഠകൾ, ഒന്ന് സ്വയംഭൂ ശിവനും രണ്ട് വേട്ടേക്കര ഭാഗത്തുള്ള ശിവൻ പ്രതിഷ്ഠാ ശിവനും ശിവലിംഗത്തോട് കൂടിയിട്ടുള്ളതാണ്. രണ്ട് പ്രതിഷ്ഠയുള്ള അടുത്ത ചുറ്റുവട്ടത്തെ ഒരു ക്ഷേത്രമാണ് ഇത് മഹാക്ഷേത്രങ്ങളിൽ. പിന്നെ കീഴേടങ്ങൾ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, അയ്യപ്പൻ, ഭഗവതി, ഉപദേവന്മാർ, ഗണപതി, ബ്രഹ്മരക്ഷസ് എല്ലാം കൂടിയ ഒരു കുറുവട്ടൂർ ദേവസ്വം എന്നാണ് പറയുക. പടിഞ്ഞാറെ കുറുവട്ടൂർ ദേവസ്വം എന്നാണ് പറയുക. അമ്പലം എന്നല്ല പറയുക, പടിഞ്ഞാറെ കുറുവട്ടൂർ ദേവസ്വം എന്നാണ് ഇതിൻ്റെ പേര്. അതിലിങ്ങനെ എല്ലാ കാര്യങ്ങളും അനവധി കാലമായിട്ട് കുറേ കാലമായിട്ട് അച്ചാറൻസി ബോർഡിൻ്റെ കീഴിലാണ്, അവരുടെ കീഴിൽ നിന്നൊക്കെ നടന്നു വരുന്നത്. കാര്യങ്ങൾ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുമെന്നല്ലാതെ മുഴുവൻ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ജനങ്ങളുടെ സഹായം കൊണ്ടും പിന്നെ കുറേ ആൾക്കാരുടെ സഹായ മനസ്കരായ കുറേ ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. മുഴുവൻ നിത്യനിദാനങ്ങളൊന്നും പൂജാ വരുമാനങ്ങളൊന്നും കിട്ടുന്നില്ല. നല്ല മനസ്സായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മളോട് സഹകരിച്ചിട്ട് മാസം 1000, 500, 250, 300 ഒക്കെ ആയിട്ട് പല ആൾക്കാരും തന്നുകൊണ്ടാണ് നിത്യനിദാനം കഴിഞ്ഞു പോകുന്നത്. എന്നാലും ഒരു കാര്യങ്ങളും മോശമില്ലാതെ അതിഗംഭീരമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ തൃക്കാർത്തിക വിളക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രതിഷ്ഠാദിനം, രക്ഷാർച്ചന, ശുദ്ധി, നവകം എല്ലാ കാര്യങ്ങളും ഇന്നുണ്ടായി. ഇനി ശിവരാത്രിക്ക് ഉണ്ടാവും. ഇങ്ങനെ എല്ലാ സമയങ്ങളിലും സരസ്വതി പൂജ പറഞ്ഞിട്ടൊരു സംഭവം നടക്കും. പൂരമഹോത്സവം ഉണ്ട് ഇവിടെ, ഭഗവതിയുടെ താലപ്പൊലി, അന്ന് പൊങ്കാല, കാള, തേരും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് ഒരു സകല സംവിധാനങ്ങളും കൂടിയുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ്. എല്ലാ ദേവന്മാരും ചേർന്നിട്ടുള്ള സമുച്ചയമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഇവിടെ അതിനെ ആത്മാർത്ഥമായിട്ട് അതിനോട് നമ്മൾ അഭയം പ്രാപിച്ചാൽ ആ ആളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല ഇന്ന് വരെ എന്നുള്ളതാണ് ചരിത്രം. അത് അല്ലാത്തവർക്കൊന്നും അതിൻ്റെ ഇത് മഹാത്മ്യം അറിയില്ല. അതറിഞ്ഞ് പെരുമാറിയാൽ ആ ഭഗവാനും അതിനനുസരിച്ച് അറിഞ്ഞ് ജനങ്ങളുടെ കൂടെ നിൽക്കും. ആരെ വെച്ചാൽ അപേക്ഷിക്കുന്നതിനെ ഉപേക്ഷിക്കാത്ത ദൈവം എന്നാണ് ഇവിടുത്തെ അരുളപ്പാട് പറയുക. അതാണ് അതിൻ്റെ മഹാദേവൻ്റെ പ്രത്യേകത. ब्रह्ममुरारिसुरार्चितलिङ्गं निर्मलभासितशोभितलिङ्गम् जन्मजदुःखविनाशकलिङ्गं तत्प्रणमामि सदा शिवलिङ्गम् देवमुनिप्रवरार्चितलिङ्गं कामदहन करुणाकरलिङ्गम् रावणदर्पविनाशकलिङ्गं तत्प्रणमामि सदा शिवलिङ्गम् सर्वसुगन्धसुलेपितलिङ्गं बुद्धिविवर्धनकारणलिङ्गं सिद्धसुरासुरवन्दितलिङ्गं तत्प्रणमामि सदा शिवलिङ्गं कनकमहामणिभूषितलिङ्गं फणिपतिवेष्टितशोभितलिङ्गम् दक्षसुयज्ञविनाशनलिङ्गं तत्प्रणमामि सदा शिवलिङ्गम् कुङ्कुमचन्दनलेपितलिङ्गं पङ्कजहार सुशोभितलिङ्गम् सञ्चितपापविनाशनलिङ्गं तत्प्रणमामि सदा शिवलिङ्गम् देवगणार्चितसेवितलिङ्गम्